F&O സെഗ്മെന്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺസേൺ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉണ്ട്. ശരിക്കും F&O സെഗ്മെന്റിൽ സാധാരണക്കാരായ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാടായി പൈസ നഷ്ടപ്പെടുന്നുള്ളൊരു പ്രോബ്ലം സെബിൻ്റെ അടുത്ത് ആദ്യമുണ്ട്. അപ്പോൾ ഇതിന് സൊല്യൂഷനായിട്ട് അവർ കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റി പ്രൊവൈഡ് ചെയ്ത പ്രപ്പോസൽസുമാണ് ഈ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത്. പ്രപ്പോസൽസ് ഞാൻ പറയാം. ഒന്ന്, കോൺട്രാക്ട് സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. 10,000 20,000 രൂപ വെച്ച് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന ബൈ ചെയ്യുന്ന സെല് ചെയ്യുന്ന ആളുകൾക്ക് കോൺട്രാക്ട് സൈസ് ഇൻക്രീസ് ചെയ്യുകയും അപ്പോൾ അങ്ങനെ അവരെ ഇതിൽ നിന്നും തടയാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഫെയർ ഡീലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആർക്കും ആക്സസിബിൾ ആവേണ്ട ഒരു പ്രോഡക്റ്റ് ഒരു സൈസ് ഓഫ് എമൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ആക്സസിബിൾ ആകുമ്പോൾ പിന്നെ ഓപ്ഷൻ ബൈങ് പോലുള്ളൊരു സംഭവമാണെങ്കിൽ ഫാർ OTM ഒക്കെ ചൂസ് ചെയ്യുകയും പിന്നീട് അത് പ്രോബ്ലം ആവുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ചിന് വീക്കിലി ഒരു എക്സ്പയറി എന്നുള്ളതാണ്. ഇപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്ന് പറഞ്ഞ എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ട്. അത് മാറ്റി ഒരൊറ്റ ദിവസത്തേക്ക് എക്സ്പയറി കൊണ്ടുവരുന്നത് അത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ ദിവസവും എക്സ്പയറി ഉള്ളതുകൊണ്ട് വോളറ്റിലിറ്റി കൂടുകയും ഇൻജക്ഷൻസ് പോലുള്ള ഒരുപാട് പ്രോബ്ലംസ് മാർക്കറ്റിൽ ഉണ്ടാവുകയും കറന്റ് നമ്മൾ കാണുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ ആവും. പിന്നെ ഇതൊക്കെ തന്നെ പ്രപ്പോസൽസ് ആണ്. ഈ കമ്മിറ്റി രൂപീകരിക്കുന്ന പ്രപ്പോസൽസ് നാളെ പബ്ലിക് ഒപ്പീനിയന് വരെ വെച്ചിട്ടായിരിക്കും ഒരു റൂൾ ആയിട്ട് ഫോം ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നമ്മൾ